ഞാൻ കുറച്ച് മുന്നേ കൂടെ വല്യമ്മച്ചോട് ചോദിച്ചേ ഉള്ളൂ, നിങ്ങളെ കണ്ടില്ലല്ലോന്ന്. ഇതെവിടെ പോയ ചേച്ചിയുടെ വീട്ടിൽ പോയാ? എന്റെ കൊച്ചേ വയറ്റിളക്കം പിടിച്ച ആശുപത്രിയിലായിരുന്നു. ഓ, അല്ല, നിങ്ങൾ ഉണ്ണിയപ്പം കഴിച്ചായിരുന്നോ? ഉണ്ണിയപ്പോ ഇന്നലെ നമ്മുടെ സുരേഷിന്റെ ഇത് മേടിച്ച് അയില കഴിച്ചിട്ടാണ്. അത് അമ്മൂണി ഇട്ടതായിരുന്നു, അങ്ങനെ പറ്റിയതാ. അല്ല, നിങ്ങൾ ഇന്നലെ അവന്റെ ഇത് മീൻ മേടിച്ചല്ലേ? ആ, മേടിച്ചല്ലോ. എന്നിട്ട് ഇളകിയില്ലേ? ഓ, എറിഞ്ഞു തോറ്റി അമ്മച്ചി. ഞങ്ങള് കാലത്തൊട്ട് കക്കൂസിന്റെ വാതൊക്കെ കസരിട്ട് ഒറ്റിരിപ്പായിരുന്നു. ഒരു കണക്കിനാണ് എനിക്ക് ആശുപത്രി പോയത്. സെയിം ടു. അതെ, ഇനി തൊട്ട് സുരേഷിന്റെ ഇത് മീൻ മേടിക്കണ്ടാട്ടാ. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ന് പോട്ടെ, പറ്റുന്നില്ല, വയറങ്ങോട്ട് ശരിയായിട്ടില്ല. അയ്യോ, അപ്പോ ഉണ്ണിയപ്പം കഷ്ടമായി പോയി. രാജേഷേ, എവിടാണ്? രണ്ടാഴ്ചയായിട്ട് വരുന്നില്ല. ഷാങ്ഹായ് വരെ ഒന്ന് കറങ്ങാൻ പോയിരുന്നു. ആണാ? ഷിങ് പിയോങ് എന്ന ചൈനീസ് കുക്ക് മാസ്റ്ററുടെ കൂടെ. ഈ പറഞ്ഞ ആണാണോ പെണ്ണാണോ? പെണ്ണ്. കൊച്ചു കള്ളാ. Just for a chill man. ഓ കൊള്ളാം. എന്താടാ നിന്റെ കാര്യങ്ങളൊക്കെ? എന്ത് പറയാ, ട്രോഫികളുടെ താലപ്പൊലിയെന്ന് അറിയാലോ. അതിനിടയിൽ ഒരു മെഗാ ബമ്പർ ട്രോഫി വന്ന് പെട്ടിട്ടുണ്ട്. എന്താടാ? ആ രാജിയുടെ കല്യാണത്തിന് ഞാൻ ലോൺ എടുത്തില്ലായിരുന്നോ? അതിപ്പോ ജപ്തി ആയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ 4 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ ഈ വീടും പൂട്ടി സീല് വയ്ക്കുന്ന അവര് പറയണേ. എടാ, എന്നിട്ട് നീ കാശ് റെഡിയാക്കിയാ? എവിടെ നോക്കണുണ്ട്. ആ, ഒരു സെക്കൻഡ്. ആരാത്? ദിനേശ് ഏട്ടൻ, ബ്രോക്കർ. എവിടെ? ഇവിടെ ദാസേട്ടൻ. ഓ, ചൈന. ആ ദിനേശാ. ദാസേട്ടാ, എന്തുണ്ട് ചൈനയിൽ വിശേഷങ്ങൾ? അടിപൊളി. ആഹാ, എന്തായി നിന്റെ കല്യാണ കാര്യങ്ങളൊക്കെ? ഒരു രക്ഷയില്ലേട്ടാ, കുറവാണ്. ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഒളിച്ചോട്ടോടെ ഫാഷൻ. പിന്നെ കെട്ടാതെ നിൽക്കണ കുറെ ഉണ്ട് ഇവിടെ. അതിനൊക്കെ ഓരോരുത്തർ കൊന്നിട്ട് ജയിലിലും പോവും. ഒരു വല്ലാത്ത അവസ്ഥ. നിങ്ങളെ പോലെ വല്ല രാജ്യത്ത് ചുറ്റിക്കറങ്ങി നടന്നാ മതിയായിരുന്നു. ഒന്നും അറിയണ്ടല്ല, ഒറ്റത്തടി പരമസുഖം. എടാ, നമ്മുടെ രാജേഷിന്റെ കാര്യം വല്ലതും നടക്കുവാ? ഒരുപാട് നോക്കണുണ്ട് ചേട്ടാ, ഒന്നും കൂടെ നോക്കണില്ല. പെട്ടെന്ന് കണ്ടുപിടിക്കേ, അല്ലെങ്കിൽ ചെറുക്കൻ ചിലപ്പോ റബറങ്ങാ പോലെ നിന്ന് പൊട്ടും. തന്നെ. അതെ, മതി മതി വെച്ചോ. റേഞ്ച് പോണത് കട്ട് ചെയ്ത് ഞാൻ പിന്നെ വിളിക്കാട്ടാ. ആ ശരി ശരി, ഗുഡ് നൈറ്റ്. മതി വിളിച്ചത്, പറഞ്ഞ കാര്യം പറഞ്ഞു. പെൺകുട്ടിയുടെ തലക്കുറി, തലക്കറിയാ? പെണ്ണിന്റെ ഫോട്ടോ ഞാൻ വാട്സാപ്പിൽ ഇട്ടേക്കാം. പോട്ടെ. അനുപമ അനില. അതെ. എൻ്റെ പൊന്നു ഷിബു ജോത്സരെ ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ചേരില്ല എന്ന് മാത്രം പറയരുത്. ജപ്തി ഒഴിവാക്കാനായിട്ട് കല്യാണോ? അല്ല, 5 ലക്ഷം ശ്രീധരം കിട്ടും, അതാ കവി ഉദ്ദേശിച്ചേ. അതാണല്ലേ സംഗതി. പെൺകുട്ടിക്ക് ചൊവ്വാദോഷം തന്നെയാ, പക്ഷെ ലഗ്നത്തിൽ 7-8 ഭാവത്തിലാണ്. തന്റെ ചൊവ്വയായിട്ട് ചേരില്ല എന്ന് മാത്രമല്ല, കെട്ടിയാ തന്റെ തലയും തെറിക്കും. വേറെ നോക്കുന്നതായിരിക്കും ഉത്തമം. ആ ഫോട്ടോ ഉണ്ടോ? പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക. എങ്ങനെയുണ്ട? ശരി, ഒന്ന് നോക്കിയേ. ഈ ഫോട്ടോ ജ്യോത്സ്യത്തിനാണോ? ഏയ്, വെറുതെ ഒന്ന് നോക്കാനാ. നല്ല രസമാണ്, കണ്ടോണ്ടിരിക്കാലോ. ദക്ഷിണ ദക്ഷിണേ പറ്റില്ലായിരിക്കും, പോകണം. മുടക്കിനടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അയാൾക്കൊന്നും അറിയാൻ പാടുന്നത്. വെറുതെ എപ്പ പറഞ്ഞു സമയം കളഞ്ഞു. നീ വന്നേ, വേറെ വണ്ടി എടുക്കല്ലേ. ഒരു മിനിറ്റ് കൊച്ചനാ. ആ കൊച്ചാ, അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടേ. ആണാ? വേണ്ടായിരുന്നു, ഞാൻ അല്ലെങ്കിലേ കൊച്ചന് കുറെ പൈസ തരാനുണ്ടല്ലോ. നീ ഇപ്പൊ തന്നെ കാശ് എന്റെ അക്കൗണ്ടിൽ തിരിച്ചയച്ചേ. അത് കൊച്ചന് സങ്കടാവൂലേ? അല്ല, സന്തോഷമുള്ളൂ. എനിക്ക് സന്തോഷമില്ല. നീ കൂടുതൽ വേഷം കെട്ടാണ്ട് ആ കാശ് എടുത്ത് വേഗം ബാഗിൽ അടയ്ക്കാൻ നോക്കണം. ഓക്കെ അപ്പൊ ശരി, ഓക്കെ. കിട്ടിയതോ? പെട്ടെന്ന് ബാങ്കിലേക്ക് കിട്ടും. ഇവിടെയൊക്കെ ആകുമ്പോ ബോട്ടും വരും, വഞ്ചിയും വരും. ये पूरा तुम्हारा प्रॉपर्टी है? അല്ലല്ല, ഇത് രണ്ടും മാത്രമേ എൻ്റെ ഉള്ളൂ. रास्ता तो है ना? उधर से इधर तक रास्ता है सब. अच्छा, गाड़ी वो प्रॉपर्टी में വരും. अच्छा, वो प्रॉपर्टी तक गाड़ी आएगा सब. എങ്ങനെയാണ് പരിപാടി? एक कन्नन इधर आ.
मुझे ये प्रॉपर्टी तो पसंद आया, लेकिन ये सामने वाला भी जोड़ के देगा तो मैं लूंगा, बोलना। സിബി ചെമ്മീൻ കെട്ട് ഉള്ളിക്ക് ഇഷ്ടമായിട്ടുണ്ട്, പക്ഷെ ഈ പ്രോപ്പർട്ടിയും ചേർത്ത് ഒറ്റ പ്രോപ്പർട്ടി ആക്കിയാലേ കച്ചവടം നടക്കൂ. സാർ, അവിടം തൊട്ട് അങ്ങോട്ടാണ് എന്റെ സ്ഥലം. ये मेरा नहीं है. कोशिश करो भाई, अगर हो गया तो नेक्स्ट डे डील करेंगे। എന്താ പറഞ്ഞേ? ഈ സ്ഥലം കൂടെ കിട്ടിയ അടുത്ത ദിവസം കച്ചവടം നടക്കും. ആ രാജേഷ് തരൂലെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? നടത്തണം സിബി, അല്ലാണ്ട് നിന്റെ ഈ വഴിയില്ലാത്ത ചെമ്മീൻ കെട്ടിലെ കാര്യങ്ങൾ സ്ഥലം മേടിക്കാൻ പറ്റുന്ന നിനക്ക് തോന്നണ്ടാ? സാർ ടീക്ക് ഹോ ജായേഗ. ആ ओके भाई। ശരി സാറേ. ഇതുപോലൊരു പാർട്ടി നിനക്ക് കിട്ടത്തില്ല സിബി. എങ്ങനെയെങ്കിലും ആ ചെറുക്കടയിൽ നിന്ന് സ്ഥലം എഴുതി മേടിച്ചെടുക്കാൻ നോക്ക്. എന്നിട്ട് വിളിക്കട്ടാ. ശരി. രാജേഷേ, ആ എന്തൊക്കെയുണ്ട് മോനെ? ആ ഉള്ളതൊക്കെ ഉണ്ട്. എന്നിട്ട് അങ്ങനെയല്ലല്ലോ കേട്ടത്. എന്ത്? വയറിളകിന്നോ ലൈസൻസ് പോയെന്നോ എന്താണ്? ചേട്ടനിപ്പോ എന്താ വേണ്ടേ? അത് നിനക്കറിയാല. നടപടിയാവില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞാണ്. എന്റെ രാജേഷേ, ബാങ്കിലെ കടം, ഡെയിലി പലിശക്കാരുടെ പിരിവ്, പിന്നെ കച്ചവടമില്ല, മൊത്തത്തിൽ വള്ളിക്കെട്ടാണ്. നിനക്ക് ഇതിന്നൊക്കെ ഒരു മോചനം വേണ്ടേ മോനെ? വേണ്ട. ഒത്തില്ല. രാഷേ, എന്താണ് ഒരു പ്ലാനിതാ? ബോർമ പോണേ പോട്ടാ. 10 രൂപയുടെ പൊറോട്ട ഒരു ചൂണ്ടയായിട്ട് നീ ഇങ്ങോട്ട് വാ. ഇവിടെ സ്വർഗാടാ. ട്രേഡ് ഇല്ല, ഇൻസ്പെക്ഷൻ ഇല്ല, നിനക്ക് ഇഷ്ടമുള്ളപ്പോ പണിയെടുത്താൽ മതി. ആരും ചോദിക്കാനും പറ്റില്ല. ഒന്ന് പോ അവിടുന്ന്. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് അയാളുടെ ഒരു ചൂണ്ട മാർക്കറ്റിംഗ്. വേണ്ട വേണ്ട, എനിക്കെന്താണ്? രാജേഷേ, എടാ പെങ്കൊച്ച് പരാതി പിൻവലിച്ചു. നിന്റെ ലൈസൻസിന്റെ ഹസ്ബൻഡ് മാറ്റിയിട്ടുണ്ട്. എങ്ങനെ? അതറിയാമല്ലോ, കുറച്ചു മുമ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നെ വിളിച്ച് പറഞ്ഞതാ. നിന്നെ വിളിച്ചു പറയാം എന്റെ മൊബൈലിൽ ബാലൻസ് ഇല്ലായിരുന്നു. പവിത്ര, നീ ഇന്ന് വനക്ക് പോയായിരുന്നാ? എടാ, ഒരു 5 ചെമ്മീൻ തടാ, ചൂണ്ടിയിടാനാ. നോക്കി നിൽക്കാതെ കട തുറക്കണ. ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ വെച്ച് തീർക്കണ്ട. ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഇതൊക്കെ ചൂടപ്പം മുറ വെക്കും. വന്നാ നീ വന്ന് നന്നായി. സ്റ്റോക്കൊക്കെ തീർന്നു കാണുമല്ലേ? റിട്ടേണോ? ആ, ഇതെന്താണ്? ഒന്നും പോയില്ല, കൊണ്ടുവച്ച പോലെ തന്നെ ഉണ്ടല്ലോ. നിന്റെ ബോർമ റെഡി ചെയ്ത വീഡിയോ കണ്ടതിന് ശേഷം ആരും ഒന്നും മേടിക്കുന്നില്ല. നീ എല്ലാവർക്കും പേടിയ വയറ് കേടാവുന്നു. കാശ് കൊടുത്ത ആരെങ്കിലും വയറ് കേടാക്കാൻ തയ്യാറാവൂ? ചേട്ടാ, അത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഫുഡിന്റെ റിസൾട്ടും വന്നതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ പരാതി കൊടുത്തവര് പിൻവലിക്കുകയും ചെയ്തു. ആണോ? അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്. അത് കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾ മേടിച്ചു നിൽക്കും. ഞാനും പ്രസ് ചെയ്യാന്നേ. അപ്പോൾ ഇത് കൊണ്ടുപോകണമല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കൂടി ചിലവാവില്ല. നീ വാരാഴ്ചയൊന്നും അപ്പം മാത്രമേ ഉള്ള കച്ചവടക്കാരനുള്ളൂ. ഇവരെന്നു വന്നാലും കുറ്റം അവരെ ഇവിടെ ഇരുന്ന് മുടിഞ്ഞുള്ളൂ. ചീത്തപ്പേരായ സ്ഥിതിക്ക് പ്രൊഡക്റ്റിന്റെ പേര് മാറ്റി. ഇനിയിപ്പോ കച്ചവടം കിട്ടാൻ അതേ ഒരു നിവർത്തിയുള്ളൂ. ആ തമ്പി കുളവാക്കിയിലൂടെ രാജേഷേ. ആ മാർക്കറ്റ് പിടിച്ചിട്ട് പൊട്ടിച്ചാലാ. അവരെയൊക്കെ തട്ടാ മതി. ഇവിടെ കേട്ടോ വീഡിയോ അല്ല, എന്ത് കുത്തിരിപ്പുണ്ടാക്കില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. മനസ്സിലായോ? വേദന എടുത്തോ? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ വീഡിയോ പിടിച്ചേ. ലാസ്റ്റ് നീ തന്നെ എന്നെ തല്ലി. ഞാൻ തല്ലില്ലായിരുന്നെങ്കിലേ അവന്മാരടിച്ച് പഞ്ഞി കിട്ടാനെ. എന്റെ കൈക്ക് നല്ല പവറായി. ഇതിനുമ്പോ അവന്മാരുടെ 2 തല്ലുകൊള്ളുന്നായിരുന്നു. സാരമില്ല, 100 രൂപ തരാം. പോയി 1 ലിറ്റർ അടിച്ചു. വാ പൊന്നെ വാ.